10 അധ്യായങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ അളവറ്റ കൃപയാൽ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കിട്ടിയ വലിയ സൗഭാഗ്യത്തിനായിട്ട് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട് തന്നെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് പുതിയ പുതിയ വെളിച്ചങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള വലിയ കൃപയും പ്രാർത്ഥനയും ആവശ്യമുണ്ട്. അതുകൊണ്ട് കർത്താവെ കർമ്മ തോന്നുന്നതിനുള്ള പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. 10 അധ്യായം എന്ന് പറയുമ്പോൾ ഏകദേശം പകുതിയോടടുത്തു. ആകെ 21 അധ്യായങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. എന്റെ വെളിഞ്ഞമായ അറിവിൽ നമ്മൾ 1 വർഷത്തിൽ മേലായി ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ ശ്രദ്ധ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന എനിക്കും പുതിയ പുതിയ വെളിച്ചങ്ങൾ പറയുമ്പോഴായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വെളിച്ചങ്ങൾ വരുവാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഒരു കമന്ററിയോ പുസ്തകങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. മേലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് വിളമ്പിത്തരിക എന്നുള്ളതല്ല എനിക്ക് വേറെ ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിന്റെ പ്രേരണയിൽ അടുത്ത അധ്യായം തുടങ്ങുന്നതിന് മുമ്പായി അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഇന്നത്തെ ദിവസം വേർതിരിക്കണം എന്നൊരു ആത്മപ്രചോദനം കിട്ടിയതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ആദ്യം പൂർണ്ണമായി കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കാം. നമുക്കിപ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ. 1 കൊരിന്ത്യർ 3:14 പറഞ്ഞിരിക്കുന്ന വാക്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ മന്ദിരത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ, അതിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ മാത്രമല്ല പുറത്തെ ഈ ശരീരത്തെ ശുദ്ധമാക്കി സൂക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 6 പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. അതുകൊണ്ട് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മോഹപ്പെടുത്തുകയും ശരീരം കൊണ്ട് ദൈവത്തെ മോഹപ്പെടുത്തുകയും എന്ന് അവിടെ പൗലോസ് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. റോമർ 12:1 ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിലെ ഓർമ്മിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ദൈവത്തിന് യാഗമായി സമർപ്പിക്കുകയും എന്ന് പറയാം. 2 തീമോഥെയോസ് 2:20 മറ്റൊരു വാക്യമുണ്ട്, ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങളും മരവും കല്ലും കൊണ്ടുള്ളവയുണ്ട്. അതിൽ ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കും. അതെല്ലാം വിട്ടകന്ന് നിങ്ങളുടെ ഉടമസ്ഥന് പ്രയോജനമുള്ളതായി ഉള്ള ഒരു ആലയമായിട്ട് നിങ്ങളുടെ ശരീരത്തെ ആക്കി തീർക്കണമെന്നാണ് പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. കൊരിന്ത്യർ 7 പറയുന്നുണ്ട്, ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ആത്മാവിന്റെയും ശരീരത്തിന്റെയും സകല കന്മഷവും നീക്കി തന്നെ തന്നെ വെടിപ്പാക്കി ദൈവഭക്തിയിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കുകയും എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമുക്ക് സമർപ്പിക്കാം. കൂടാതെ ശരീരത്തിൽ ലോകത്തിനോട് താല്പര്യമുള്ള പല ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിപ്പാൻ നമ്മുടെ ശരീരത്തെ നമുക്ക് സമർപ്പിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന രോഗികളെ നമുക്ക് നോക്കാം.
യെശയ്യാ 53:5 നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തെ ധ്യാനിക്കാം. എല്ലാ രോഗങ്ങളിലും നല്ല വേദനയായി നമ്മുടെ കൂടെയുള്ള കർത്താവിനെ ഒരു നിമിഷം നമുക്ക് നോക്കാം. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബലഹീനതകളെയും സമർപ്പിക്കുക. ഇന്ന് കൈയൊടിഞ്ഞ ഒരാളിവിടെ വന്നിട്ടുണ്ട്. ആക്സിഡന്റിൽ പറ്റിപ്പോയതാണ്. സാവധാനം സൗഖ്യം പ്രാപിച്ചു വരുന്നു. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പാടി പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരനായ ഒരു ആളാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഏകദേശം ക്രമീകരിക്കപ്പെട്ടു. പക്ഷേ കൈ പൂർണ്ണമായിട്ട് തളർന്നു പോയിരിക്കുന്നു. ആക്സിഡന്റിൽ പറ്റിയത്. പക്ഷേ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം പ്രാപിക്കാനായിട്ട് നമ്മളങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്ന് അരുളിച്ചെയ്തു. സങ്കീർത്തനം 107:20 ഞാൻ എന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയാണ്. ശരീരത്തിൽ അസ്വസ്ഥതകളും വ്യാകുലതകളും ഉള്ളപ്പോൾ വചനത്തിന് ഒരു ശക്തി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. വചനം ഒരു ഓട്ടോമാറ്റിക് മെഡിസിനായിട്ട് പ്രവർത്തിക്കും. ആത്മാവിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകി വരുന്നുണ്ടെങ്കിൽ വചനത്തിന്റെ ശക്തിയാൽ ഒരു ഓട്ടോമാറ്റിക് ഹീലിംഗ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. സെൽഫ് ഹീലിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രം അതിനെ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് ആത്മാവിൽ കൂടി ഒഴുകുന്ന ഈ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്, അതെന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സ്പ്രിംഗിൽ നിന്ന് നമ്മുടെ ദേഹി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദേഹിയിൽ നിന്നാണ് ശരീരത്തിൽ ഈ ഹീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ശരീരത്തിൽ ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ മനസ്സ് ആദ്യം ശുദ്ധമാകണം. ആത്മാവിൽ ശുദ്ധമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നീരുറവ നമ്മുടെ ദേഹിയിലേക്ക് ഒഴുകണം. മാനസിക വ്യാപാരത്തിലേക്ക്, ദേഹി മണ്ഡലത്തിലേക്ക് മാമോദീസയിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മ വ്യാപാരം ഒഴുകണം. അതിനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മെ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം വേണ്ടിയത്. തീ കൊണ്ടുള്ള സ്നാനമാണ് വേണ്ടിയത്. തീ കൊണ്ടുള്ള സ്നാനം സംഭവിക്കുമ്പോൾ ശരീരത്തെ പറ്റി നമ്മൾ ഒരുപാട് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ശരീരത്തിൽ വേണ്ടിയ ആരോഗ്യവും സ്വസ്ഥതയും കർത്താവ് മത്തായി 8:16 അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് പറയുന്നു. വാക്കുകൊണ്ട്, അതായത് തന്റെ വചനത്താൽ ദുരാത്മാക്കളെ പുറത്താക്കി എന്ന് പറയുന്നത്. ലൂക്കോസ് 5:7 സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ കരങ്ങൾ അവനോടുകൂടി ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങൾ അവനോടുകൂടി ഉണ്ടായിരുന്നു. ലൂക്കോസ് 6:19 ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് സൗഖ്യമാക്കൊണ്ട് പുരുഷാരം അവനെ തൊടുവാൻ ശ്രമിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. അതാണ് ഉണ്ടാകുന്ന ശക്തി. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിടപ്പെട്ടെങ്കിൽ അങ്ങനെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. പക്ഷേ അത് ശരീരത്തിലേക്ക് ഒഴുകണം. അതിന് പരിശുദ്ധാത്മാവിന്റെ നവീകരണം ആവശ്യമാണ്. ആ നവീകരണത്തിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ പുതുക്കണം. അതാണ് റോമർ 12:1 നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് 5:15 വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. മത്തായി 14:4 അവൻ വലിയ പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കിയതാണ്. നമ്മുടെ രോഗങ്ങളെല്ലാം നമുക്കൊരു സമയം സന്നിധിയിലേക്ക് സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന വിവിധ തരം രോഗങ്ങൾ, ചിലപ്പോൾ ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത, പുറത്തു പറയാൻ പറ്റാത്ത ഞങ്ങളുടെ അവസ്ഥകളിൽ കൂടിയോ മറ്റെന്തെങ്കിലും പാപാവസ്ഥയിൽ കൂടിയോ പറ്റിപ്പോയിട്ടുണ്ടാണെങ്കിൽ നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കണമേ. നമ്മുടെ പാപങ്ങളെ രോഗങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് കാറുവയിലേക്ക് കയറിയതിനാൽ നമ്മുടെ രോഗങ്ങളെ പാപങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ആ സൗഖ്യത്തിന്റെ പൂർണ്ണത വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അകലെന്നുള്ള പ്രവൃത്തി കൊണ്ടോ ദുരിതങ്ങൾ നമ്മുടെ മേൽ വരാൻ സാധ്യതയുണ്ട്.
രോഗങ്ങൾ അങ്ങനെ വരുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദുരിതങ്ങൾ വരും. ദുരിതത്തിന്റെ ഫലമായി നമ്മുടെ മനസ്സ് അസ്വസ്ഥമായാൽ നമ്മുടെ ശരീരത്തെ അത് ബാധിച്ച് നമ്മൾ തളർന്നു പോകാനുള്ള സാധ്യതയുള്ളതിനാൽ പാപരോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് നമ്മുടെ രോഗങ്ങളെ അത് എന്തായാലും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ രോഗങ്ങളെല്ലാം അവിടുത്തെ കർത്താൻ എപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടബാധ്യത ഉള്ളവർ അനേകരുണ്ട്. അതായത് പണസംബന്ധമായി ബുദ്ധിമുട്ടുന്നവരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സാമ്പത്തിക പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്ന അനേക പ്രാർത്ഥനാ വിഷയമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ ഓർക്കാം. ലൂക്കോസ് 12:21 വാക്യമുണ്ട്. ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പത്ത് വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഈ ലോകത്തിലെ സമ്പത്തുകൾ നഷ്ടമാവും. നമ്മളെല്ലാം സമ്പത്തിന്റെ പുറകെ പോകുന്നതിന്റെ കാര്യം എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള ഓർത്താണ്. നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മളെ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനായ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തെക്കാൾ ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ്. ആകാശത്തെ പറവകളെ നോക്കിയാൽ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നതുമില്ല, സ്വർഗ്ഗസ്നായ പിതാവെ വളർത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ സമ്പത്തിന്റെ പുറകെ മാത്രം ഓടുന്നത് പിശാചിന്റെ വലിയൊരു കെണിയാണ്. അവൻ വാരി വിതറി പെരുതന്മാർ കൊടുക്കുന്നതുമാണ്. 2 കൊരിന്ത്യർ 9:8 നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും നിറഞ്ഞു വരുമാറ് സകല കൃപയും അവൻ പെരുക്കി തരുമെന്നാണ്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. എന്നാൽ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരം നൽകുന്നവൻ നിങ്ങളുടെ വിധേയം പഠിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് 2 കൊരിന്ത്യർ 9:8 പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ധനികനാണ്, രാജാതിരാജാവാണ്. പക്ഷെ അവന്റെ രാജ്യത്തിലെ അംഗമാകണം എന്നുള്ളത് രാജ്യത്തിലെ അംഗമായി കഴിയും. പക്ഷെ നിയമങ്ങൾ പാലിക്കണം. ആമോദിസായിലുള്ള ദൈവരാജ്യത്തിന്റെ അംഗമായി, പക്ഷെ നിയമങ്ങൾ പാലിക്കണം. രാജ്യത്തിൽ ചെന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. ഒരു രാജ്യത്തിൽ നിന്ന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നമ്മൾ ജനിച്ചു വീണാൽ നമ്മൾ ബൈ ഡീഫോൾട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആകും. അമേരിക്കയിലാണ് ജനിക്കുന്നതെങ്കിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ടാകും. അല്ലാത്തവർ അത് ഏറി മുതൽ കൊടുത്തു വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്
ഞാൻ റോമൻ പൗരനായിട്ട് ജനിച്ചിരിക്കുന്നു, നിങ്ങളത് ഏറെ മുതൽ കൊടുത്താണ് മറ്റുള്ളവരെല്ലാവരും വാങ്ങിച്ചത്. ദൈവരാജ്യത്തിലെ അംഗമായിട്ട് സൗജന്യമായിട്ട് രക്ഷ നമുക്ക് തന്നു. പക്ഷെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ രാജ്യത്തിന് പുറത്താണ്. നിയമങ്ങൾ പാലിച്ചാൽ കർത്താവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കാളന്റെ ഉടയവന്റെ കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ മക്കളോ അതറിയുന്നില്ല. കാള തന്റെ ഉടയവന്റെ ദൈവസ്ഥിതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുണ്ട്. മദ്യപാനത്താൽ, ദൂർത്തിനാൽ, മയക്കുമരുന്നിന്, പോണോഗ്രഫിയിൽ ഇങ്ങനെ അശുദ്ധി വ്യാപരിച്ച് ശരീരത്തെ മലിനമാക്കി പിശാചിന്റെ രാജ്യത്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. അവരറിയുന്നില്ല. അശുദ്ധമാക്കപ്പെട്ടാൽ അശുദ്ധിയാണെന്ന് തോന്നില്ല എന്നുള്ളതാണ് ഈ അശുദ്ധിയുടെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ അഴുക്ക് ഗന്ധമുള്ള ഒരു മുറിയിലേക്ക് കയറുകയാണ് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ ഗന്ധം നമ്മൾ അറിയില്ല. ആ ഗന്ധം നമ്മുടെ ഭാഗമായിട്ട് മാറിക്കഴിയും എന്ന് പറയുന്നതാണ് ഈ അശുദ്ധിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ അറിയില്ല. അതേസമയം വിശുദ്ധിയുടെ ഗന്ധത്തിന് അങ്ങനെയല്ല. അത് കർത്താവ് വർദ്ധിച്ചു വരുന്നതോറും ഈ സൗരഭ്യത്തിന്റെ വാസന നമുക്ക് ശക്തിയായി തിരിച്ചറിയുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണ് പരിജ്ഞാനം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. നമ്മുടെ മക്കളെ എല്ലാവരും തിരുസന്നിധിയിൽ സമർപ്പിക്കാം. 2 കൊരിന്ത്യർ 7:1 ആത്മാവിന്റെയും ജഡത്തിന്റെയും സകല അന്വേഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയിൽ ദൈവഭയത്തെ തികച്ചുകൊള്ളുവിനെന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് തെസ്സലോനിക്കർ 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ലോകത്തിലെ ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധിയിലും മാനത്തിലും തന്റെ പാത്രങ്ങളെ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്നാണ്. ലോകത്തിലെ ജാതികളെ പോലെ കാമവികാരത്തിലല്ല. കാമം എന്നുള്ള വാക്കുകൊണ്ട് വെറും സെക്സ് എന്നുള്ള വാക്ക് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കരുത്. അത് ജഡത്തിന്റെ ആവശ്യമില്ലാത്ത എല്ലാ ഇച്ഛകളും കാമാസക്തിയിലാണ് നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാമത്തിന്റെ ദുഷ്പ്രവൃത്തികളുടെ പിടിയിൽപ്പെട്ടിടക്കുന്ന നമ്മുടെ എല്ലാ യുവാക്കളെയും യുവതികളെയും എല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇത് രക്തത്താൽ തളിക്കപ്പെടണം, അല്ലാതെ അത് പ്രയാസമാണ്. അശുദ്ധിക്കുള്ള, മ്ലേച്ഛതയ്ക്കുള്ള, കാമത്തിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വിടുതൽ പ്രാപിക്കാൻ പാടാണ്. ഇത് വലിയ ബന്ധനമാണ്, കെണിയാണ്. കെണിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ ഊരാൻ പാടാണ്. മറ്റ് പല കെണികളിൽ നിന്ന് ഊരാൻ സാധിക്കും. പക്ഷെ അശുദ്ധി എന്ന് പറഞ്ഞാൽ കാമാസക്തി, ജഡത്തിന്റെ അശുദ്ധി, അതിൽ വീണുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരാൻ പാടാണ്. ഊരാൻ സാധിക്കും. കർത്താവിന്റെ കുരിശിലുള്ള വലിയ വാഞ്ചയോടുകൂടിയുള്ള പ്രവേശനത്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ പാടാം.
കാരണം ജഡത്തിൽ വരുന്ന അശുദ്ധിയെ ക്രൂശിക്കണം. ഒരു സ്ത്രീ പറയുന്നു, ഞാൻ എന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിനെ ക്രൂശിക്കാൻ കൃപ വേണം. ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിന് നമ്മൾ തയ്യാറായി കൊടുക്കണം. ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണമേ എന്ന് കർത്താവ് പറഞ്ഞാണ്. ജഡത്തെ ക്രൂശിക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്നാൽ കർത്താവ് അതിനുള്ള ശക്തി തരും. അതിനാണ് ശക്തി വേണ്ടത്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാം മാമോദീസയിൽ കൂടി വിവിധ അധികാരങ്ങൾ കിട്ടി. പക്ഷെ ശക്തിയുണ്ടോ? ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കാൽപാദത്തിലേക്ക് തരുന്നു. പത്രോസ് പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ പിതാവിന്റെ മുന്നറിയിപ്പിനൊത്തോണം ആത്മാക്കളുടെ അനുസരണത്തിനായി ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട വൃദ്ധന്മാരായ എഴുതുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ രക്തത്താൽ അവരെ തളിക്കുവാൻ അതൊരു അഭിഷേകമാണ്. ക്രിസ്തുവിന്റെ രക്തം ഉള്ളിലുണ്ട്. പക്ഷെ തളിപ്പ് എന്ന് പറയുന്നത് നവീകരണമാണ്, അഭിഷേകമാണ്. അതും കൂടെ നമുക്ക് ദൈവത്തിനെ സംബന്ധിച്ച് എല്ലാ ചെറുപ്പക്കാരെയും എല്ലാത്തവരെയും ഈ കാമത്തിലും കൃഷ്ണത്തിലും കിടക്കുന്ന എല്ലാവരെയും നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടെ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ജോലി സംബന്ധമായി വിഷമിക്കുന്ന ചെറുപ്പക്കാരെ സമർപ്പിക്കാം. കർത്താവേ, ഭാരപ്പെടുന്ന ഹൃദയങ്ങളെയും തങ്ങളുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വിഷമിക്കുന്നവർക്കും ദൃഷ്ടി വെച്ച് നീ ആലോചന പറഞ്ഞു കൊടുക്കണമേ. നിന്റെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരായവർക്ക് നീ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുമെന്ന് സംഗീതക്കാരൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ കർത്താവേ, വിവിധ ജോലിക്കായിട്ട് എന്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുന്നവരെ അവൻ കൈവിടാതെ ഈ ലോകത്തിൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുമെന്നുള്ള വാഗ്ദത്തം അവിടുന്ന് തന്നിട്ടുള്ളപ്പോൾ അതിന് തടസ്സമായി അവരുമേൽ നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി ഉപവാസത്താൽ പ്രാർത്ഥനയാലും അതിലേക്ക് അവർ എത്തിപ്പെടുവാൻ സഹായിക്കണമേ. നീ തിരിച്ചറിയേണ്ടതിനും നീ മനസ്സുവെച്ച് പ്രാർത്ഥിച്ച ആദ്യ നാൾ മുതൽ തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടിരുന്നു എന്ന് ദാനിയേലിനോട് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന കാര്യം താമസിക്കുമ്പോൾ അങ്ങനെ നിരാശപ്പെട്ടു പോകാതെ കർത്താവെ, നേരത്തെ വന്നാൽ വെറും ഒരു സൗഖ്യമാണ്, താമസിച്ചു വന്നപ്പോൾ അത് ചത്തുകിടന്നതിനെ ഉയർപ്പിച്ച അനുഭവമായി എന്ന് ലാസറിന്റെ കഥയിൽ അല്ലെങ്കിൽ ലാസറിന്റെ സംഭവത്തിൽ നിങ്ങൾ പഠിക്കുവാൻ പോവുകയാണ്. ദീനമായി കിടന്ന ലാസറിനെ കർത്താവ് അറിഞ്ഞ് വന്നിരുന്നെങ്കിൽ ഒരു ദീനത്തിൽ നിന്നുള്ള സൗഖ്യം മാത്രമേ ഉണ്ടാകുമായിരുന്നു. മനഃപൂർവ്വം കർത്താവ് താമസിച്ചു വന്നുകൊണ്ട് അത് ഉയർപ്പിന്റെ മഹത്വമായിട്ട് മാറി. നമുക്ക് സൗഖ്യമാണോ വേണ്ടത്, ഉയർപ്പാണോ വേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ജോലിക്കായി അന്വേഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ആവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ള കലങ്ങിടുമ്പോൾ ആവർത്തിത്താനന്ദമേകിയോൻ തൻ ആശ്വാസദായകനേശുപരൻ. ഹല്ലേലൂയ പാടിയിടും ഞാൻ യേശുവിന്റെ
നിന്റെ സാന്നിധ്യത്തിൽ അവരെ അലങ്കരിച്ച് തോട്ടത്തിന്റെ പ്രതീക്ഷകാലത്തേതുപോലെ എന്റെ സന്നിധിയിൽ വന്ന് കേണപേക്ഷിച്ച് പങ്കാളിയെ കാണിച്ചു തരണമേ എന്ന് പറയുന്നവരോട് അവന് മനസ്സിലുണ്ടാകണമേ എന്ന് പ്രാർത്ഥന. വിവിധ കാരണങ്ങളാലും സാമ്പത്തിക ഭാരത്താലും ഒക്കെ വിവാഹത്തിന്റെ കാര്യം നീണ്ടുപോകുന്ന എല്ലാ കുടുംബങ്ങളെയും തിരുസനെ സമർപ്പിച്ചുകൊണ്ടും യുവാക്കളെയും കുട്ടികളെയും തിരുസനെ സമർപ്പിച്ചുകൊണ്ടും ഈ സമയം പ്രാർത്ഥിക്കുന്നു. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ നിരത്തിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ നിരത്തിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെന്നും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാളെന്നും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. ഇത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നമ്മുടെ സഭയെ നാം സമർപ്പിക്കാം. സഭ കർത്താവിന്റെ ശരീരമാണ്. പക്ഷെ സഭയിലെല്ലാം ഏത് സഭകളിലും അവിടെയും പിശാചെന്ന് കെണിവെച്ച് എല്ലാവരെയും കർത്താവിൽ നിന്ന് അകറ്റി. അതുകൊണ്ട് സഭയെ നാം ഓർത്ത് പ്രാർത്ഥിക്കാം. എന്ന് ഇതിനെ നടത്തുന്ന പരിശുദ്ധവാദിനി എല്ലാ മെത്രാപ്പൊലീത്തന്മാരെയും വൈദികരെ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും ഇടവക ഭരണ സമിതികളെയും വിശ്വാസികളെ എല്ലാവരെയും സന്യസ്തരായ പട്ടക്കാരെയും ഐമീനികളെയും സന്യസ്തരായ സിസ്റ്റേഴ്സിനെയും സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെയും ഇവരെല്ലാവരെയും നമുക്ക് താമസനിലേക്ക് സമർപ്പിക്കാം. സഭയിലെല്ലാം ഒരു ദൈവിക വ്യാപാരത്തിന്റെ ആത്മവ്യാപാരം ശക്തമായിട്ട് ഉണ്ടാകുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ കൂടി ശക്തി തെളിഞ്ഞു വരുന്നത് തിരിച്ചറിയുവാൻ ഉള്ള ഒരു വലിയ ജനസമൂഹത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. വചനത്തെ തീഷ്ണതയോടെ അന്വേഷിക്കുന്ന വലിയൊരു സമൂഹത്തെ കർത്താവ് അന്വേഷിച്ച് നടത്തുന്നു. വലിയൊരു ശേഷിപ്പിനെ, വിശുദ്ധിയുടെ ശേഷിപ്പിനെ കർത്താവ് ഒരുങ്ങുമ്പോൾ ആ വിശുദ്ധിയുടെ ശേഷിപ്പിലേക്ക് നമ്മളുമായി തീരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പിന്നുള്ള വഴിയിൽ ചിന്തിക്കുമ്പോൾ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടും തെറ്റ് എന്താകുന്നോ അതാകുന്നുവോ ഞാൻ എന്ന് തോന്നുന്ന വിധം മാത്രമാണ് നിന്റെ സന്നിധിയിൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കെല്ലാം തെറ്റുകൾ പറ്റിപ്പോയി. ഞങ്ങളോട് ക്ഷമിച്ചിട്ട് നിന്റെ കാൽവരയാകത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളെ നീ ശക്തീകരിച്ച് നിന്റെ വിശുദ്ധ ബലിയിലേക്കും കർത്താവെ വചനത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് അണച്ചു നിർത്തിക്കൊള്ളണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവോടു ചേർന്നിരിപ്പതെത്രമോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതെത്രമോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശകളോടെങ്ങുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശകളോടെങ്ങുമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. നമുക്ക് ഒരു നിമിഷം ഈ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം അയവിറക്കിക്കൊണ്ട് ശാന്തമായി ഒരു
പ്രാർത്ഥിക്കുക. ഇത് ഓൺലൈൻ വഴി കേൾക്കുന്ന അനേകരുണ്ട്. അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മേലെല്ലാം കർത്താവിന്റെ ഒരു വ്യാപാര ശക്തി അവരെ തൊട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവ്വ സൃഷ്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തെ മുഴുവൻ നമ്മുടെ ഭരണാധികാരികൾ എല്ലാവരും ഈ പിശാചിന്റെ ഈ വാഴ്ച അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവസാനിക്കുവാൻ നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും ദൈവികമായ ശക്തി ഇറങ്ങുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ തലതാഴ്ത്തിക്കൊണ്ട് നമ്മൾ ഈ സുവിശേഷത്തിന്റെ പഠനത്തിലേക്ക് കയറുന്നതിന് മുമ്പായി പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഒരു മിനിറ്റ് ശാന്തമായിരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവവചനങ്ങളെ പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഈ അസുലഭ നിമിഷത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാനും കാര്യം മറ്റൊന്നുമല്ല, കുറച്ച് സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് നമുക്കുള്ളിൽ തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ സുവിശേഷത്തിൻ്റെ 10 അധ്യായം നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഗ്രഹിച്ചതൊന്നും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട. ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഇത് ആത്മാവിലാണ് ഇംപ്രിൻ്റ് ആകേണ്ടത്. ഞാൻ എൻ്റെ ഓർമ്മയെപ്പറ്റി പറഞ്ഞല്ലോ അല്ലേ. എനിക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത ആളാണ്. എനിക്ക് ആകെപ്പാടെ എന്തെങ്കിലും ഓർമ്മ വരുന്ന വചനം മാത്രമേ ഉള്ളൂ. അത് ബ്രെയിനിൽ നിന്നല്ല വരുന്നത്. ആത്മാവിൽ നിന്ന് കർത്താവ് സമയത്ത് ബോധിപ്പിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇന്നും രാവിലെ എൻ്റെ ഒരു വളരെ അടുത്ത ബന്ധു അച്ഛനോട് ചോദിച്ചാൽ മതി. വന്നിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരാ വിളിക്കുന്നത്? ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ ചുറ്റും വന്ന് വട്ടം കറങ്ങി കുറേ നേരം ചിരിച്ച് കാണിച്ചു എന്ന് പറഞ്ഞു. അച്ഛൻ മൈൻഡ് ചെയ്തില്ല. എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കാര്യമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത്രയ്ക്കാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും നമുക്ക് വലിയ വിശേഷമൊന്നുമില്ല. ചിലപ്പോൾ ബന്ധങ്ങളിലൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാമായിരിക്കാം. പക്ഷേ ഞാനിതെല്ലാവരോടും നേരത്തെ ഡിസ്ക്ലെയിമറായിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് പലരും എൻ്റെ സ്വഭാവത്തെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് അത് പ്രശ്നമില്ല. നമ്മളീ പഠിച്ചതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളും മർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ഓർമ്മയില്ല എന്ന് വിചാരിക്കേണ്ട. ഇതെല്ലാം കേട്ടത് നമ്മുടെ ആത്മാവിൽ പതിഞ്ഞിട്ടുണ്ട്. തക്ക സമയത്ത് അവൻ വെളിപ്പെടുത്തുമെന്നാണ്. എല്ലാം തക്ക സമയത്തെ വെളിപ്പെടുത്തത്തുള്ളൂ. തീമോഥെയോസ് എഴുതിയ ലേഖനം 6 ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാലും കാണാനും കാണുവാനും കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തും എന്ന് തീമോഥെയോസ് എഴുതിയ ലേഖനം എത്രാം വാക്യമാണ്? 6-ാം അധ്യായം 16-ാം വാക്യം. നമുക്കൊന്ന് വായിക്കാം. ധന്യനായ ഏകാധിപതിയും പറഞ്ഞേ, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, കുറച്ച് വായിക്കുക, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഇതെല്ലാം തക്ക സമയത്ത് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ വചനം നമ്മൾ പഠിക്കുന്നതും ഗ്രഹിക്കുന്നതുമെല്ലാം ചില സമയത്ത് ആവശ്യമുള്ളപ്പോൾ ഇത് നമ്മുടെ
ബോധതലത്തിലേക്ക് ഒഴുകിയിറങ്ങും. ഇതിനാണ് ഓട്ടോമാറ്റിക് സ്പ്രിങ് എന്ന് പറയുന്നത്. ഇതാണ് ഓട്ടോമാറ്റിക് സ്പ്രിങ്. തക്ക സമയത്തേ അത് വരത്തുള്ളൂ. എല്ലായ്പ്പോഴും അവിടെ ഇവിടെയും ഉപയോഗിക്കാനുള്ളതല്ല ഇത്. മുത്തുകളെ പന്നികളുടെ ഇടയിൽ വിതറാനുള്ളതല്ല. അതുകൊണ്ട് ഏതാണ് ആ സമയം എന്നുള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും വചനത്തിൻ്റെ വലിയ രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമാതാവിൻ്റെയും പരിശുദ്ധനായ യോഹന്നാൻസ്ലീഹായുടെയും ദൈവവചനങ്ങളുടെ രഹസ്യങ്ങളുടെ കലവറയായിരുന്ന പൗലോസ്ലീഹായുടെയും മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് കർത്തൃ സാന്നിധ്യത്തിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണിത്. പക്ഷേ ഇതിനേക്കാളിൽ ആഴമുള്ള രഹസ്യങ്ങളൊക്കെ പല അധ്യായങ്ങളിലും കിടപ്പുണ്ട്. നമ്മളിപ്പോൾ തന്നെ കഴിഞ്ഞ അധ്യായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്. നിത്യജീവനെപ്പറ്റി ഇങ്ങനെ 2 വശങ്ങളുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യായമാണ് 11-ാം അധ്യായം. ഇതിനകത്തും ഉണ്ട് ഒരുപാട് വളരെ അഗാധമായ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു അധ്യായമാണ്. നമുക്കറിയാം, ഇത് വലിയൊരു സംഭവത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. വലിയൊരു സംഭവം. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ ലാസറിനെ ഉയർപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു സംഭവമാണ്. നമ്മൾ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ കോൺക്രീറ്റായിട്ടുള്ളൊരു സംഭവത്തെ എടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുവാനുള്ള കൃപാവരം തരും. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എന്നോട് പലരും ഇമെയിൽ വഴിയും ഫോൺ ചെയ്തും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വെളിപാട് പുസ്തകം ഒന്ന് വ്യാഖ്യാനിച്ചു തരാമോ? എന്താണ് ആരും വെളിപാട് പുസ്തകം പഠിപ്പിക്കാത്തത്? എന്താണെന്നറിയാമോ? വെളിപാട് പുസ്തകം അതിൽ തന്നെ വലിയ ആലങ്കാരിക ഭാഷകളാണ്. ഒരു കാര്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് യോഹന്നാൻ എഴുതിയിട്ടുള്ള ആലങ്കാരികമായ അനേക കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആ ആലങ്കാരികത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് വീണ്ടും ആലങ്കാരികമാവും. അപ്പോൾ അതിനകത്ത് ദുർവ്യാഖ്യാനങ്ങൾ വരാം. അതേസമയം കർത്താവ് നടത്തിയ ഒരു കോൺക്രീറ്റ് സംഭവം, ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചു, അതൊരു കോൺക്രീറ്റ് ഇൻസിഡൻ്റാണ്. അതിൽ നമുക്ക് പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തരും. പക്ഷേ യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ അന്നത്തെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന പീഡനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ ആലങ്കാരികമായതിനാൽ ആലങ്കാരികത്തെ വീണ്ടും ആലങ്കാരികമായി വ്യാഖ്യാനിക്കുമ്പോൾ അതിനകത്ത് ദുർവ്യാഖ്യാനങ്ങൾ വരാം. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പോലും ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിത് പ്രത്യേകം പറയാനൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പലരും വെളിപാട് പുസ്തകം വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുന്നള്ളുന്നുണ്ട്. തെറ്റ് പറയുന്നില്ല, പക്ഷേ സൂക്ഷിക്കണം. ഓൺലൈൻ വഴിയായും ആപ്ലിക്കേഷൻ വഴിയായും ഇൻഡിവിജ്വൽ വ്യാഖ്യാനങ്ങൾ സഭാപിതാക്കന്മാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അവരുടെ ചുവട് പിടിച്ചേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എനിക്കും വ്യാഖ്യാനിക്കാം വെളിപാട് പുസ്തകം, ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നാന്തരമായിട്ട് വ്യാഖ്യാനിച്ചു തരാം. പക്ഷെ ഞാനത് തൊടാത്തതിൻ്റെ കാര്യം സഭാപിതാക്കന്മാർ അതിനെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ആലങ്കാരിക ഭാഷയിൽ നമ്മൾ വീണ്ടും അലങ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ വരും. എന്നാൽ നമുക്കതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്ന വചനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം. ഞാൻ നിങ്ങളോട് ഒരു മുന്നറിയിപ്പ് പോലെ തരികയാണ്. അത് വളരെ സൂക്ഷിച്ചേ ശ്രദ്ധിക്കാവൂ. ശ്രദ്ധിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പ്രത്യേകിച്ച് സഭാപരമായി എപ്പിസ്കോപ്പൽ അല്ലാത്ത ചർച്ചസുകളിൽ ആണ് ഏറ്റവും കൂടുതൽ ഇതെടുത്ത് വ്യാഖ്യാനിച്ച് മനുഷ്യനെ പേടിപ്പിക്കുന്നത്. അങ്ങനെ പേടിപ്പിക്കാനുള്ള സംഭവമൊന്നും അല്ലിത്.
പക്ഷേ അത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ എപ്പിസ്കോപ്പൽ ചർച്ചസിലുള്ളവരും പതൊക്കെ അതുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവരെ തോൽപ്പിക്കാനായിരിക്കും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്ക് തരും. അത് സഭാപിതാക്കന്മാരുടെ അനുവാദം ഇല്ലാതെ ചെയ്യരുത്. അതുകൊണ്ടാണ് അതേ തൊടാത്തത്. നമുക്കതിനകത്ത് ഒരുപാട് വെളിച്ചങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചർച്ച് ഫാദേഴ്സ് അത് തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനിച്ച് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളത് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നു. കാരണം ഇനി അനേകം വരും. അങ്ങനൊരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ല. പരിശുദ്ധാത്മാവിൽ തന്നെയായിരിക്കും എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മുടെ സഭാപിതാക്കന്മാർ ഭയന്നിരുന്ന ഒരു കാര്യം നമ്മളായിട്ടെടുത്ത് അതിനെ മുതലാക്കരുത്. അവർക്കൊന്നും ഇത് വ്യാഖ്യാനിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നമ്മളെക്കാളിലൊക്കെ എന്തോരം വിശുദ്ധരായിട്ട് ജീവിച്ചിരുന്നവരാണവർ. അഗ്നിമേനായ ഇഗ്നാത്യോസും പോളികർപ്പോസും അല്ലെങ്കിൽ ഗ്രിഗറിയോസ്, ബസേലിയോസ്, നാസിയാസ് പിതാക്കന്മാരും ഒക്കെ വ്യാഖ്യാനിക്കാത്ത കാര്യം നമ്മൾ കയറി പെട്ടെന്നെടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല. ഒരു മുന്നറിയിപ്പ് പോലെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കോൺക്രീറ്റായിട്ട് നമ്മുടെ മുമ്പിൽ നടന്ന കർത്താവ് കാണിച്ചു തന്നിരിക്കുന്ന ഈ വലിയൊരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മളിപ്പോൾ കൊണ്ടുവരുവാൻ പോവുകയാണ്. നമ്മളൊരു ഭവനത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഭവനത്തിൻ്റെ പേരാണ് ബഥാന്യയിലെ ഒരു ഭവനം. ബഥാന്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ബഥാന്യ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹൗസ് ഓഫ് പോവർട്ടി എന്നാണ്. ദാരിദ്ര്യത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം. നമുക്ക് ഒന്നാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. അപ്പോൾ ഈ ഭവനത്തെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. ഇത് ജെറുസലേം പട്ടണത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ബഥാനിയ എന്ന് പറയുന്നത്. ആ ബഥാനിയയിൽ കുറച്ച് മാറിയാണ് ഈ ലാസറിൻ്റെ ഭവനം. കുറച്ച് മാറിയാണ് എന്ന് ഞാൻ പറയുന്നതിനൊരു കാര്യമുണ്ട്. അത് പിന്നീട് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ബോർഡറിൽ നിന്നും അല്പം മാറിയാണ് ഈ ലാസറിൻ്റെ ഭവനം. നിങ്ങൾ ആ പ്രദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ബഥന്യ എന്ന് പറയുന്നത് ഉയർന്ന, ജെറുസലേം എപ്പോഴും ഒരു ഉയർന്ന സ്ഥലമാണല്ലോ, അല്ലേ? അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? യെരുശലേമിലേക്ക് പോകുക എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ വെൻ ടു യെരുശലേം എന്നല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജെറുസലേമിലേക്ക് പോകുക, ഐ ആം ഗോയിങ് ടു ജെറുസലേം, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിനെ ഇംഗ്ലീഷ് ആക്കിയാൽ എങ്ങനെയാണ് പറയേണ്ടത്? ഐ ആം ഗോയിങ് ടു യെരുശലേം. പക്ഷേ അങ്ങനെയല്ല ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ഐ വെൻറ്റ് അപ് ടു ജെറുസലേം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്തിലേക്ക് ഞാൻ കയറി എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്ന പദപ്രയോഗം. അപ്പോൾ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാനിയയിലെ ലാസർ എന്നൊരുവൻ ദീനമായിട്ട് കിടന്നു. ഈ വചനത്തിൽ നിന്ന് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ബഥാന്യ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനം എന്നാണ് കേട്ടോ. ബേത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭവനം എന്നാണ്. ബേത്ത് ലഹേം, ലഹമോ മീൻസ് അപ്പം. ബേത്ത് ലഹേം മീൻസ് അപ്പത്തിൻ്റെ ഭവനം. ബഥാന്യ മീൻസ് ഹൗസ് ഓഫ് പോവർട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയോണം ആ ഭവനത്തിൽ ഉള്ളവർക്ക് ഒരു വിനയവും എളിമയും ഒക്കെ ഉള്ളവരായിരുന്നു. ഈ ഭവനത്തിൽ ഉള്ള 3 കഥാപാത്രങ്ങളെയാണ് ആദ്യം യോഹന്നാൻ ശ്ലീഹ പ്രതിപാദിക്കുന്നത്. ആരൊക്കെയാണ്? 1 മാർത്ത, മറിയ, ലാസർ.
ഇതിൽ ഒരാളുടെ കാര്യം മാത്രം ഇവിടെ പറയുന്നുണ്ട്, ആൾക്ക് എന്തോ പറ്റി എന്നുള്ളത്. എന്താണ്? ലാസറിന് സുഖമില്ല, ദീനമായി കിടന്നു. അവിടെ നിൽക്കണം, എങ്ങും പോരുത്, വേറൊരു കാര്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. ഈ ബഥാന്യ എന്നുള്ള ഭവനം ഒരു സമാഗമന കൂടാരമാണ്, അല്ലെങ്കിൽ ഒരു യെരുശലേം ദേവാലയമാണ്, അല്ലെങ്കിൽ നമ്മളുടെ മൊത്തം ബീയിങ്നെസ്സാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ മൊത്തം ബീയിങ്നെസ്. നമ്മുടെ മൊത്തം ബീയിങ്നെസ്സിൽ എന്തൊക്കെയുണ്ട്? ഇനി അതിനൊന്നും താമസം വരുത്തരുത്. നമ്മുടെ മൊത്തം ബീയിങ്നെസ്സിൽ 2-3 വർഷമായിട്ട് പഠിക്കുകയല്ലേ. നമ്മൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? നമ്മൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ദേഹം, ദേഹി, ആത്മാവ്. ഇത് മൂന്നും നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്കുണ്ട്, അല്ലേ? ഈ ബഥാന്യ ഈ നമ്മളാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ബഥാന്യയിൽ 3 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് മാർത്ത, മറ്റൊന്ന് മറിയ, മറ്റൊന്ന് ലാസർ. ഈ ലാസറിന് സുഖമില്ല. ലാസറിന് അസുഖം വരും. ലാസറിനെ സൗഖ്യമാക്കാം, ലാസറിനെ ഉയർപ്പിക്കാം. ലാസറിന് ഇങ്ങനെയുള്ള വിവിധതര മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഈ ലാസർ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിനിധിയാണ്. ശരീരത്തിന് രോഗങ്ങളുണ്ടാവാം, പീഡകളുണ്ടാവാം. അത് ചിലപ്പം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെയാണ്. താഴോട്ട് വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. ആരുടെ അടുക്കൽ? യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം, അപ്പോൾ യേശു അവിടെ ജെറുസലേമിൽ ഇല്ല, സ്ഥലത്തില്ല, എവിടെയോ ആണ്. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രയെന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് 2 ദിവസം അവിടെ തന്നെ ഞങ്ങൾക്ക് പാർത്തു. നമ്മളങ്ങനെ എങ്ങനെ ചെയ്യുമോ? അപ്പച്ചന് സുഖമില്ല എന്ന് പറയുമ്പോൾ ചാടി ഉടനെ അങ്ങോട്ട് പോകും. നല്ലതാണ്, പോകണം. എന്നാൽ യേശു ഇവിടെ അങ്ങനെ പോയില്ല. അപ്പോൾ ഈ ബഥാന്യ എന്നുള്ള കുടുംബം പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് എന്തുമാത്രം അതിന് ആധികാരികതയുണ്ട് എന്നെനിക്കറിയില്ല. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് യേശു കുട്ടിക്കാലം മുതലേ ഈ ഭവനമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ്. ഗലീലയിലെ നസറേത്തിലാണ് നമ്മുടെ കർത്താവ് ജനിച്ച് വളർന്നത് എങ്കിലും യെരുശലേമിലൊക്കെ പോകുമ്പോൾ ഈ ഭവനവുമായിട്ട് കർത്താവിന് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ബന്ധമുണ്ടായിരിക്കാൻ കാരണം മറിയയ്ക്ക് ഈ ഭവനവുമായിട്ട് ബന്ധമുണ്ടായിരുന്നിരിക്കുക. ഏത് മറിയയ്ക്ക്? കർത്താവിൻ്റെ അമ്മ മറിയയ്ക്ക് ഈ ഭവനവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. ഏതായാലും ഈ മാർത്തയും മറിയയും ലാസറും യേശുവിൻ്റെ കളിക്കൂട്ടുകാരായിരുന്നു എന്നുവരെ അഭിപ്രായമുണ്ട്. അതിനെപ്പറ്റി ആധികാരികതയൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, യേശു തമ്പുരാൻ എപ്പോൾ യെരുശലേമിൽ വന്നാലും താൻ വിശ്രമിക്കുന്ന ഭവനമായിരുന്നു ഈ ബഥാന്യ. എപ്പോൾ വന്നാലും, എന്ത് കാര്യത്തിന് വന്നാലും, ഇപ്പം വിശക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കയറുന്ന ഭവനം ബഥാന്യയാണ്. എനിക്കൊന്ന് ഉറങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കയറുന്ന ഭവനം ബഥാന്യയാണ്. എന്തിനേറെ പറയുന്നു, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ പീഠാനുഭവത്തിൻ്റെ സമയത്തെ ആദ്യത്തെ 2 ദിവസം, അതായത് ഓശാന ശാബത്തിലാണ് നടന്നത്. അത് കഴിഞ്ഞുള്ള പിറ്റേന്ന് വരുന്ന ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ 3 ദിവസം ഈ ബഥാന്യയിലെ ഈ വീട്ടിലാണ് പാർത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ബുധനാഴ്ച എന്ന് പറയുന്നത് സൈലൻ്റ് വെനസ്ഡേ എന്നാണ് പറയുന്നത്. സൈലൻ്റ് വെനസ്ഡേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? ബുധനാഴ്ചയെ പറ്റി പറയുന്നത്, അതായത് കഷ്ടാനുഭവ ആഴ്ച എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന ആ വാരം കർത്താവിൻ്റെ കാലത്ത് ആ ആഴ്ചയിൽ ആ ബുധനാഴ്ച, അതായത് താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ
തലേ ദിവസമുള്ള ബുധനാഴ്ച അല്ലെങ്കിൽ പെസഹ സന്ധ്യയുടെ തലേന്ന് സൈലൻറ്റ് വെനസ്ഡേ എന്നാണ് പറയുന്നത്. അത് ബോധപൂർവം കർത്താവ് അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, താൻ എടുക്കാൻ പോകുന്ന ഈ വലിയ പീഠ മാനസികമായിട്ട് ഇനി ഒരുങ്ങണ്ടേ. ചുമ്മാ കയറി അങ്ങ് പോയാൽ മതിയോ? ഇത് ഒരുങ്ങണം. ഒരുങ്ങാൻ വേണ്ടി അവൻ ഒരു ദിവസം മുഴുവൻ, അല്ലെങ്കിൽ ആ 3 ദിവസം മുഴുവനായിരിക്കാം, ആരോടും മിണ്ടാതെ പുറത്തൊന്നും പോകാതെ അവിടെ ഇരുന്നു. ഇടയ്ക്ക് എരുശലേം ദേവാലയത്തിൽ നിന്ന് പോയി ചാട്ടവാറൊക്കെ എടുത്ത് അടിച്ച് എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് ആളെവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ബെഥന്യ വീട്ടിൽ വളരെ സൈലൻ്റായിട്ട് താൻ ഏൽക്കുവാൻ പോകുന്ന അതിൻ്റെ തീവ്രത മനസ്സിലാക്കി അതിന് മാനസികമായിട്ട് ഒരുങ്ങുകയാണ്. എന്നിട്ട് പോലും ഗെത്സമനയിൽ തളർന്നുപോയി. ഒന്നാലോചിച്ച് നോക്കണം ആ തീവ്ര വേദന എന്തുമാത്രമായിരുന്നുവെന്ന്. ഇനി നമുക്ക് വായിക്കാം 2-ാം വാക്യം. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. 12-ാം അധ്യായത്തിലാണ് ഈ സംഭവം വിവരിച്ച് എഴുതിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് നോക്കി. 12-ാം അധ്യായത്തിൽ 3-ാം വാക്യം തൊട്ട്, അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛടമാംസ തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി അവൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അത് ആ അധ്യായത്തിൽ പഠിപ്പിച്ചോളാം. ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. ആരാരെയാണ് പൂശുന്നത്? പൂശുക എന്ന് പറഞ്ഞാൽ തൈലം പൂശുന്നത്, വേറെ പൂശുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. തൈലം പൂശുന്നത് ആരാരെയാണ് തൈലം പൂശേണ്ടത്? മറിയ യേശുവിൻ്റെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. തൈലം പൂശുക, തൈലം ഒഴിച്ച് കാൽ കഴുകുന്ന കാര്യമല്ല പറയുന്നത്. തലയിൽ കൂടി തൈലം ഒഴിക്കണമെങ്കിൽ അത് ആർക്കേ പറ്റൂ എന്ന് പറഞ്ഞാൽ വലിയവൻ ചെറിയവനെ ചെയ്യുന്ന കാര്യമാണത്. ഉദാഹരണം പറഞ്ഞാൽ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ മൽക്കീസദയ്ക്ക് അബ്രഹാമുമായിട്ടുള്ള ബന്ധം പഠിപ്പിക്കുമ്പോൾ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തിട്ട് മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെ സംഭവത്തെപ്പറ്റി അറിയാമല്ലോ അല്ലേ? എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, വലിയവൻ ചെറിയവനെയല്ലോ അനുഗ്രഹിക്കുന്നത്. പൗലോസ്ലീഹ സ്ഥാപിച്ചുകൊണ്ട് വരുന്നത് അബ്രഹാമിനേക്കാൾ വലിയവനാണ് മൽക്കീസദേക്ക് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഇവിടെയും യഥാർത്ഥത്തിൽ തൈലം പൂശേണ്ടത് അഭിഷേകമാണ്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന പ്രവാചകന്മാരോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരോ ആണ്. ഇവിടെ ദൈവത്തെ ഒരു സ്ത്രീ അഭിഷേകം ചെയ്യുക, തൈലം പൂശി അഭിഷേകം. ഇതാണ് പുതിയ നിയമത്തിലെ അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ അഭിഷേകം നടത്തുന്നത് വലിയവൻ ചെറിയവനെയാണ്. പുതിയ നിയമത്തിൽ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള വാസമാണ്. അഭിഷേകം നടന്നാൽ ആത്മവ്യാപാരത്തിനാണല്ലോ ഈ അഭിഷേകം എന്ന് പറയുന്നത്. ആത്മവ്യാപാരം, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം, അതിനാണ് അഭിഷേകം തരുന്നത്. ഇപ്പോൾ പട്ടം കൂടെ നടത്തുമ്പോൾ അതിനെ പറയുന്നത് പട്ടാഭിഷേകം എന്നാണ് അല്ലേ? പട്ടാഭിഷേകം അല്ലേ? അഭിഷേകം നടത്തുകയാണ്. പ്രത്യേക ഒരു നൽവരം കൊടുത്ത് ഇന്ന ഉത്തരവാദിത്വങ്ങൾ ഇനി നിനക്ക് ചെയ്യുവാൻ ഉള്ള അവകാശം പരിശുദ്ധാത്മാവിനാൽ സഭയിൽ കൂടി കൈമാറിയിരിക്കുന്നു എന്നുള്ള അഭിഷേകം. അതിനൊരു പുരോഹിതനെ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അതിനൊരു മെത്രാപ്പോലിത്ത അല്ലെങ്കിൽ മഹാപുരോഹിതൻ അഭിഷേകം ചെയ്യും. എന്നാൽ ആ അഭിഷേകത്തിൽ, പുതിയ നിയമത്തിലെ അഭിഷേകത്തിലും ആത്മവ്യാപാരം ഒന്നാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ കാര്യം. ആത്മവ്യാപാരം ഒന്നാണ്. അതുകൊണ്ട് തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്ന അനുഭവമാണ്. വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യമാണ്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കിടന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. അതാണ് അഭിഷേകത്തിൻ്റെ ഒരു അവസ്ഥ.
ഞാൻ അവനോടും അവൻ എന്നോടും. എത്ര വാക്യമാണെന്ന് കണ്ടുപിടിച്ചോ? 3-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഈ അഭിഷേകത്തിലാണ് മാമോദീസായിൽ എല്ലാവർക്കും പൗരോഹിത്യമുള്ളത്. മനസ്സിലായോ? പൗരോഹിത്യ വൃന്ദത്തിലേക്ക് നിങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ അവനും അവൻ്റെ ഉള്ളിൽ നിങ്ങളും വസിക്കുന്ന ഒരു തലമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണത്. ഞാൻ നിന്നിലും നീ എന്നിലും. ഈ പട്ടക്കാരെ ഹൂസോയെ കൊടുക്കുന്ന പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. പട്ടക്കാർക്ക് ഹൂസോയെ കൊടുക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ഹൂസോയെ തരുന്ന പ്രാർത്ഥനയല്ല. അതിനകത്തൊരു വാചകപ്രകാരമാണ്, നീ അവനാൽ ആശ്വസിക്കുകയും അവൻ നിന്നാൽ ആശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. അതായത് പട്ടക്കാരനോട് പറയാണ്, നീ അവനാൽ, കർത്താവിനാൽ ആശ്വസിക്കണം, അവൻ നിന്നാലും ആശ്വസിക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ആശ്വസിക്കുവാൻ പറ്റുന്ന ഒരു ഇടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നർത്ഥം. കർത്താവിന് ആശ്വസിക്കുവാൻ. നമ്മളെല്ലാവരും കർത്താവിൻ്റെ തോളിൽ ചാരി നമ്മൾ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവിന് ആശ്വസിക്കാനുള്ള ഇടം കൂടാണ് നമ്മുടെ ഈ ബീയിങ്നെസ്. അതിനുള്ള സാധ്യത ഈ ശരീരത്തിലും ആത്മാവിലും ദേഹിയിലും എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ നിന്ന് യോഹന്നാൻ ശ്ലീഹായിൽ കൂടി നമുക്ക് കർത്താവ് പഠിപ്പിച്ചു വരും. അവൻ നിന്നാൽ ആശ്വസിക്കുകയും നീ അവനാൽ ആശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയാവട്ടെ. ഈ 17-ാം അധ്യായത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനമുണ്ട്. 17-ാം അധ്യായത്തിൽ 21-ാം വാക്യം. 17-ാം അധ്യായം 21-ാം വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ഇതാണ് അഭിഷേകം. അഭിഷേകം അത് കർത്താവ് അനുവദിച്ചാൽ കർത്താവിനെ നമുക്കും അഭിഷേകം ചെയ്യാം എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളിൽ ആശ്വാസം കണ്ടെത്താം. ആശ്വാസം എവിടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? നമ്മളെക്കാളിൽ ശക്തരായുള്ളവരുടെ അടുത്തല്ലേ നമ്മൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെക്കാളിൽ അതിന് പ്രാപ്തിയുള്ളവരുടെ അടുത്താണ്. നിങ്ങൾക്കിപ്പോൾ 1,00,000 രൂപ കടം വേണം. 10,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവനോട് 1,00,000 രൂപ കടം ചോദിച്ചാൽ അവൻ തരുമോ? ഇല്ല. അതേസമയം 10,00,000 രൂപ കയ്യിലിരിക്കുന്നവനോട് ചോദിച്ചാൽ അവന് മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നേക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത് എല്ലാ കാര്യത്തിലും നമ്മളെക്കാളിൽ ശക്തരായിരിക്കുന്നവരുടെ അടുക്കലാണ്. കർത്താവ് നമ്മളെക്കാളിൽ ശക്തനാണ്. അതുകൊണ്ട് നമ്മൾ അവനിൽ ആശ്വാസം കണ്ടെത്തുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് നിന്നിലും ഒരാശ്വാസമുണ്ട്. അത് കണ്ടെത്താനായിട്ട് നിൻ്റെ ശരീര ആത്മദേഹികൾ എപ്രകാരം വിശദീകരിക്കപ്പെടാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹായിൽ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ 2-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലെ വേറൊരു സംഭവം പറയുന്നുണ്ട്. അതും ഇത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾ അത് സംശയം ഉണ്ടാകരുത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6-ാം വാക്യം തൊട്ട്. യേശു ബെഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കിത് വേറെ സംഭവമാണെന്ന് തോന്നും. നമുക്ക് ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് ലാസറിൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണെന്ന് തോന്നരുത്. ഏത്? ഈ തൈലം പൂശിയ കാര്യം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. ഈ മറിയായിരുന്നു എന്ന് പറയാം. അത് എവിടെ വെച്ചാണ് സംഭവിച്ചത്? ബെഥാനിയിലുള്ള കുഷ്ഠരോഗിയായ ശീമോൻ്റെ ഭവനത്തിൽ വെച്ചാണ്. സ്വച്ഛട മാംസ തൈലം എന്നൊക്കെ പറയപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്തതെന്നാണ്. വലിയ വിലയുള്ള തൈലമാണത്. ഇന്ത്യയിലാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, ആധികാരികതയൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ പറയപ്പെടുന്നു. ആ തൈലം ഒരു കുടം മുഴുവൻ കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ച് തലയിൽ ഒഴിച്ച് പൂശി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൾ കർത്താവിലും കർത്താവ് അവളിലും ആശ്വാസം കണ്ടെത്തി എന്നാണ്.
അപ്പോൾ അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 26-ാം അധ്യായത്തിൽ ഈ സംഭവം കഴിയുമ്പോൾ അവളെ പലരും ശകാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂദ എന്താണ് പറയുന്നത്? ഈ തൈലമൊക്കെ ഒഴിച്ച് ഇത്രയും പൈസ കളയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ഇതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കേണ്ടതല്ലേ? ആവശ്യമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ദാനധർമ്മ ബോധമൊക്കെ പൊന്തി വരും. അതായത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ചില വിലയേറിയ സംഗതികൾ അത് ദൈവത്തിന് തന്നെ കൊടുക്കണം. ഇപ്പോൾ പൊതുവേ നമ്മളിവിടെ വ്യാഖ്യാനിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പെരുന്നാൾ നടത്തി, നല്ല ഭംഗിയായിട്ട് ഇച്ചിരി ആർഭാടമായിട്ട് നടത്തിയെന്ന് വെച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ധാർമ്മിക രോഷമൊക്കെ പൊന്തി വരുമ്പോൾ പറയുന്നതാണ്, ഇത്രയൊക്കെ ആർഭാടത്തിന് ഇതൊക്കെ ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടായിരുന്നു? ദരിദ്രന്മാർക്കും കൊടുക്കണം, ഇതും കൂടി ചെയ്യണം, എല്ലാം വേണം, എല്ലാം ഒരുപോലൊക്കെ കൊണ്ടുപോകണം, ഒരു ബാലൻസ് കൊണ്ടുപോകണം. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷത്തിലാണ് 26-ാം അധ്യായത്തിൽ ആ കാര്യം 10-ാം വാക്യത്തിൽ യേശു അതറിഞ്ഞ് അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കാരണം എന്താണ് ആ നല്ല പ്രവൃത്തി? എന്താണെന്നറിയാമോ? യേശുവിന് അവളിൽ ഒരാശ്വാസം കിട്ടി. അതാണ് ആ നല്ല പ്രവൃത്തി. ആ പ്രവൃത്തി അവൾ ചെയ്തു എന്നുള്ളതല്ല, അവൾ എന്ത് കാണിച്ചു എന്നുള്ളതല്ല, ആ പ്രവൃത്തിയിലൂടെ യേശുവിനൊരാശ്വാസം കിട്ടി. അതിൻ്റെ മറ്റൊരർത്ഥമുണ്ട്, അത് പിന്നീട് അത് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. കാരണം അവൾ തൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് ചെയ്തതാണ്. അതെന്താണ് ആ സംസ്കാരത്തിൻ്റെ മുന്നോടി എന്ന് പറഞ്ഞാൽ അർത്ഥം? കർത്താവിൻ്റെ ശവസംസ്കാരം എത്ര മണിക്കാണ് നടന്നത്? കർത്താവ് മരിച്ചത് നമ്മുടെ സമയം അനുസരിച്ച് ഏകദേശം 3 മണിക്കാണ്, അല്ലേ? വൈകിട്ട് 3 മണിക്ക് മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 6 മണി കഴിഞ്ഞാൽ ശവം കഴുമേൽ ഇരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ജോസഫിനും നിക്കോദിമോസും പെട്ടെന്ന് ഓടിച്ചെന്ന് പീലാത്തോസിൻ്റെ അടുത്ത് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് ശവം അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി അതിനെ സുഗന്ധ ലേപനം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സുഗന്ധ ലേപനം ചെയ്യുവാൻ ഇത്ര വലിയ പാടാണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ ശരീരം അതോ ജോസഫിൻ്റെ ആണോ സുഗന്ധ ലേപനം ചെയ്യുവാൻ എത്ര സമയം എടുത്തു എന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 40 ദിവസം എടുത്തു. 40 ദിവസം ആ ബോഡി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് അത് ഇരിക്കുന്നത്, ഒരു കേടുപാടുകളും ഇല്ലാതെ. ഈജിപ്തിലെ മമ്മീസ് ഒക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ ഒരു ഫ്രീസിങ് കപ്പാസിറ്റിക്കും അത്രയും ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തൊക്കെയോ ചേർത്ത് വെച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എനിക്ക് വാക്യം ഓർമ്മയില്ല, അവസാന ഭാഗത്താണ്. അപ്പോൾ യോസഫിൻ്റെ ആയിരിക്കും. കണ്ടുപിടിച്ചോ? 50-ാമത്തെ എടുത്തു എല്ലാവരും വായിച്ചു. നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളൂ. 50-ാം അധ്യായം എത്രാം വാക്യമാണ്? 3-ാം വാക്യം വായിച്ചോളൂ. ആദ്യമായിട്ട് വായിച്ച്. അപ്പോൾ ജോസഫ് അപ്പൻ്റെ മുഖത്ത് വീണു, കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർക്ക് വിടുവാൻ യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർക്ക് വിട്ടു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബിന് സുഗന്ധവർക്ക് വിട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർക്ക് ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. ഈ സാധനമാണ് 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത്, 1 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ജോസഫിനും നിക്കോദിമോസിനും ഇത് ശരിയായി പൂർത്തീകരിക്കുവാൻ പറ്റില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ശരിയായ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി സ്വർഗത്തിൽ നിന്നുള്ള മുൻനിശ്ചയപ്രകാരം, ഈ വാക്ക് നിങ്ങൾ അടിവരയിട്ട് വെച്ചേക്കണം, പിന്നീട് വരും. മുൻനിശ്ചയം, മുൻനിർണയം, ഇത് രണ്ടും പഠിക്കേണ്ട ഒരു വാക്കാണ്. എഫെസ്യ ലേഖനം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു പ്രത്യേക 2 വാക്കാണ് മുൻനിശ്ചയം, മുൻനിർണയം. ഇത് രണ്ടും കൂടെ ചേർന്ന് പഠിച്ചെങ്കിലേ അതെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ മനസ്സിലാക്കുക, സ്വർഗത്തിൻ്റെ മുൻനിശ്ചയപ്രകാരം കർത്താവിനെ സുഗന്ധ തൈലം പൂശേണ്ടതിൻ്റെ പൂർണ്ണത സംഭവിച്ചത് ഈ മറിയയിൽ കൂടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവളെ അസഹ്യപ്പെടുത്തരുത്, ദരിദ്രന്മാരൊക്കെ
എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, ഞാനില്ല. അതുകൊണ്ട് അവൾ എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. മറിയാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ സുഗന്ധലേപം പൂശിയത്. അതിൻ്റെ പൂർണ്ണത ആത്മാവിൽ സംഭവിച്ചു. അതായത് മറിയ കർത്താവിനെ സുഗന്ധലേപം പൂശിയതിനാൽ കർത്താവ് അവളിൽ ആശ്വസിച്ചു. ഈ മറിയ നമ്മുടെ ആത്മാവിൻ്റെ പ്രതിരൂപമാണ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവാണ്. ലാസർ ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ്? ശരീരത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. ഒരു സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ യെരുശലേം ദേവാലയം, അതിനെന്തൊക്കെയുണ്ട്? അതിനൊരു പ്രാകാരമുണ്ട്, ഒരു ശുദ്ധസ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഈ മൂന്നും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പ്രാകാരം അതിവിശുദ്ധ സ്ഥലം പോലെ ആകുമ്പോഴാണ് കർത്താവുമായിട്ടുള്ള കല്യാണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രാകാരം അതിവിശുദ്ധ സ്ഥലം പോലെ ആകുമ്പോഴാണ് കർത്താവുമായിട്ടുള്ള കല്യാണം. ഇപ്പം പ്രാകാരത്തിന് ദീനമാണ്, ലാസറിന് ദീനമാണെന്ന്. നമ്മുടെ ശരീരത്തിലെല്ലാം അശുദ്ധിയാണ്, അശുദ്ധി വ്യാപരിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മളെത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇത് വലിയ പാടാണ്. അല്ലെങ്കിൽ പുറത്ത് പോകരുത്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടു. അതുകൊണ്ടാണ് ഈ വലിയ സന്യസ്തർ അകത്തേക്കുൾവലിയുന്നത്. ഞാൻ ഇന്നലെ ഹോമിലീസ് ഓഫ് ഐസക് എന്ന് പറയുന്ന ഒരു ചർച്ച് ഫാദറിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ലോകവുമായിട്ട് നമ്മൾ എന്തുമാത്രം ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുമോ അത്രയും കൃപ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിന് അങ്ങനെ താല്പര്യമുള്ളൂ. നമ്മളിത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇന്നലെ ബാങ്കിലെ ഒരു ചെറിയ ആവശ്യത്തിനായിട്ട് ഫെഡറൽ ബാങ്ക് വരെ പോയി. ഞാൻ എൻ്റെ വണ്ടി ആ ഗേറ്റിനകത്തോട്ട് പാർക്ക് ചെയ്തു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. ഈ ഗേറ്റ് ക്രോസ് ചെയ്ത് ഒരാൾ ഒരു ഓട്ടോ ഇട്ടിരിക്കുകയാണ്. എനിക്കാണ് ഇവിടെ വന്നിട്ട് ഉടനെ അടുത്ത പരിപാടിയുണ്ട്, വന്നേ പറ്റത്തുള്ളൂ. ഒരു കല്യാണത്തിന് പോകണം, ഒരു ശവസംസ്കാരത്തിന് പോകണം. തോമസ് അച്ഛൻ്റെ മകൻ മരിച്ചുപോയത് നിങ്ങൾ അറിഞ്ഞല്ലോ. ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് എനിക്ക് സമയമില്ല. ഈ വണ്ടി ഗേറ്റിന് മുമ്പിൽ ക്രോസ് ചെയ്തുകൊണ്ടിട്ടേക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം കാണുന്ന ചില പ്രത്യേക സ്വഭാവവിശേഷങ്ങളാണ് ഇതൊക്കെ, വേറൊരു രാജ്യത്തും കാണത്തില്ല. ഞാൻ കുറച്ചു നേരമൊക്കെ നിന്ന് നോക്കി. ഞാൻ ഓട്ടോയുടെ അടുക്കലൊക്കെ വന്ന് നിന്ന് നോക്കി. ഞാൻ രാവിലെ വിശുദ്ധ കുർബാന ഇല്ലയാണെന്ന് ഓർക്കണം. ഇന്നലെ അല്ലേ? ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് രാവിലെ, ബുധനാഴ്ചയല്ലേ ഇവിടെ കുർബാനയിൽ നിന്ന് ഞാൻ. അപ്പോൾ നല്ല നല്ല സന്തോഷത്തിലൊക്കെയാണ്, കർത്താവൊക്കെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിരിക്കുക. ഞാൻ 1 മിനിറ്റായി, 2 മിനിറ്റായി, 3 മിനിറ്റായപ്പോൾ എൻ്റെ അകത്തിലെ മറ്റേ പൗലോസ്ലീഹ പറഞ്ഞ സാധനം കയറി വന്നു. ഏതാണ്? പറ, നിങ്ങൾ പറ, ഏതാണെന്ന് പറ. ഏത് പാപമാണ്? അവയവങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന പാപം. ഇതാണ് സാധനം. പിന്നെ ഇവിടെ ആരാണ് ഇത് കാണുന്നില്ല? പതുക്കെ ഇറിറ്റേഷൻ വരികയാണ്. അപ്പോൾ ഞാൻ അകത്ത് കയറി ബാങ്കിൽ ചോദിച്ചു, അവിടെ ഒന്നും ആരുമില്ല. തിരക്കിനിടയിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തെ കടയിൽ പോയി ചോദിച്ചു, അവിടെ ആരുമില്ല. മുകളിലത്തെ നിലയിൽ വിളിച്ചു ചോദിച്ചു, അവിടെ ആരുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഡ്രൈവർ അവിടെ ഇല്ല. ഇത് മാറ്റാതെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. 5 മിനിറ്റായി, 10 മിനിറ്റായി. ഞാൻ ഈ കറുത്തുപ്പായിട്ടുണ്ട്. ഞാൻ പൊതുവെ കറുത്തുപ്പായിട്ടാണ് നടക്കുന്നത്. അല്ലാതെ ഈ റോഡിൽ കൂടി കറുത്തുപ്പായിട്ടുണ്ട് നടക്കുമ്പോൾ ആൾക്കാരിങ്ങനെ വിചിത്രമായിട്ടൊക്കെ നോക്കും, പിന്നെ ഏത് ഭൂലോകത്തിൽ നിന്ന് വന്ന ജീവിയാന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്. കുരിശുമാലയൊക്കെ ഉണ്ട്, അതിനൊന്നും കുറവൊന്നുമില്ല. പക്ഷേ അകത്തുനിന്ന് സാധനം വരുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് ഒരുത്തൻ വിളിച്ച് പറഞ്ഞു, അച്ഛാ അയാൾ മേളിലെങ്ങാണ്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട്, ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. ഭാര്യയുണ്ട്.
കുർബാനയിലൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു, താൻ എന്തോടെ ഈ കാണിച്ചേക്കുന്നത്? മനുഷ്യർക്ക് പോകണ്ടേ? അപ്പം അയാൾ പറഞ്ഞു, അച്ഛൻ അങ്ങോട്ട് കയറ്റിയിടരുതായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗ്യാപ്പ് അന്നേരം ഉണ്ടായതാണ്. ഞാൻ വരുമ്പോൾ ആ ഗ്യാപ്പ് ഇല്ല. അത് അയാൾ അറിയുന്നില്ല. അപ്പം അതിനൊരു മറുപടി കൊടുക്കണ്ടേ? വേണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം. അത്രയും കൃപയങ്ങ് പോയില്ലേ? നമ്മൾ അത്രയും പറയുമ്പോഴത്തേന് നമ്മളിൽ ഉണ്ടായിരുന്ന ആ കൃപ അതോടെ പോയി. അതെനിക്ക് ഫീൽ ചെയ്തു, ആ കൃപ പോയി. ഇത് ഈ വർത്തമാനം സ്റ്റോപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ആധ്യാത്മികത എന്ന് പറഞ്ഞ് മേലോട്ട് കയറും. വാ തുറക്കരുത്. തുറക്കുവാണെങ്കിൽ ദൈവീക കാര്യവും കർത്താവിൻ്റെ കാര്യവും പറയാവൂ. ഇതൊക്കെ നമുക്ക് നടക്കുമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നടക്കും, വേണേ മതി. നമുക്കിതിലേക്ക് വരാം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് ഒരുപാട് നമുക്കിന്ന് പറയാൻ സാധ്യമല്ല. 12 മണിയായി, നമുക്ക് ഉടനെ തന്നെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഈ ലാസർ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിനിധിയാണ്. മറിയ കർത്താവ് ആശ്വാസം കണ്ടെത്തിയ ആത്മാവ്. കർത്താവ് നമ്മുടെ ആത്മാവിലാണ് ആശ്വാസം കണ്ടെത്തുന്നത്. നമ്മളിൽ ആശ്വസിക്കുന്ന കർത്താവ്, നീ അവനാൽ ആശ്വസിക്കുകയും അവൻ നിന്നാൽ ആശ്വസിക്കുകയും ചെയ്യുവാൻ ഇടവരട്ടെ. ഈ ഒരു ഗ്രേറ്റ് മിസ്റ്ററി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. യേശുവിൽ മാത്രമല്ല നമ്മൾ ആശ്വസിക്കുന്നത്, യേശു നമ്മളിൽ ആശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശമരിയാസ്ത്രീയുടെ സംഭവം നമ്മൾ 4-ാം അധ്യായത്തിൽ പഠിച്ചപ്പോൾ യേശു അവളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വചനമുണ്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കാണും. ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്നറിയാമോ? അതായത് ഞാൻ പറഞ്ഞിരുന്നു, നാം യേശുവിന് വേണ്ടി ദാഹിക്കണം എന്ന് യേശു ദാഹിക്കുന്നു. ഇതാണ്, നാം കർത്താവിന് വേണ്ടി ദാഹിക്കണം എന്ന് യേശു ദാഹിക്കുന്നു. പ്രൊഫീരിയോസിൻ്റെ ഈ വൂണ്ടഡ് ബൈ ലവ് എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഒരു വിശുദ്ധ കുർബാന ചെല്ലുവാൻ ഒരു പുരോഹിതന് വരുമ്പോൾ കർത്താവ് അവിടെ നോക്കി നിൽക്കുമെന്നാണ്. നോക്കി നിൽക്കും. വാ വാ, എവിടെ? ആളെ കാണുന്നില്ല, വാ വാ, ഓടി വാ. ഞാനൊരു സംഭവം പറയട്ടെ. ആറാട്ടുപുഴ പള്ളി പെരുന്നാൾ എന്നെ അവിടെ വിശുദ്ധ കുർബാന ചെല്ലുവാൻ വേണ്ടി വിളിച്ചു. ഈ കഴിഞ്ഞ മാസം നടന്ന ഒരു ചെറിയ സംഭവം, കുഞ്ഞു സംഭവമാണ്. അവിടെ പീലസീനോ സിനിമയുടെ ഒരു അരമനയുണ്ട് അവിടെ. അപ്പം ഞാൻ അവിടെയാണ് കിടന്നത്. തിരുമേനി ഉണ്ടായിരുന്നു. ഞാനൊരു മുറി കിടന്നു, തിരുമേനി അപ്പുറത്തെ മുറി കിടന്നു. ഞങ്ങൾ 2 പേർക്കും വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 പേരും നേരത്തെ തന്നെ കിടന്നു. പക്ഷേ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനേതോ യാത്ര കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അതുപോലെ കുർബാന 7 മണിക്ക് തുടങ്ങും എന്ന് അച്ഛൻ പറഞ്ഞു. അവിടുന്ന് 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ, പള്ളിയിൽ നിന്ന് 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഈ അരമന എന്ന് പറയുന്ന കെട്ടിടം. ഞാൻ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് എനിക്കറിയാം, രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും. അതിനായിട്ട് ഞാൻ അലാറം വെച്ചു. അപ്പോൾ എന്നോടൊരാൾ വന്ന് പറഞ്ഞു, അച്ഛാ വിളിക്കുവാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹേയ് അതൊന്നും വേണ്ട, ഞാൻ അലാറം പോലും വയ്ക്കാറില്ല, ഞാൻ എണ്ണീറ്റോളൂ, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അയാളങ്ങ് പോയി. ഞാൻ ഇത് പതിപോലെ വെളുപ്പിനെയൊക്കെ എണ്ണീച്ചു. നമസ്കാരങ്ങളെല്ലാം തിരുമേനി ഞാനും കൂടെ നടത്തി. അത് കഴിഞ്ഞ് തിരുമേനി കുളിച്ചിട്ട് തിരുമേനിയുടെ കുർബാനയ്ക്ക് ഏതോ പള്ളിയിലോട്ട് പോയി. എന്നോട് പറഞ്ഞു, വെച്ചാൽ പൂട്ടിക്കൊണ്ടങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ ക്ലോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പോകാൻ നേരം ഞാൻ കുളിച്ചെല്ലാം ക്രമീകരിച്ചിട്ട് നോക്കിയപ്പോൾ 6:15 ആയിട്ടുള്ളൂ. 7 മണിക്കാണ് കുർബാന. അപ്പോൾ ഞാൻ വിചാരിച്ചു, നല്ല ക്ഷീണമുണ്ടല്ലോ, ഇതങ്ങോട്ട് മാറുന്നില്ല, ഒന്ന് മയങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അലാം വെച്ചില്ല, എന്തോ ഞാൻ മറന്നുപോയി. ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് അങ്ങ് പോയി. എന്താണെന്നറിയില്ല.
ഞാനങ്ങനെ ഉറങ്ങുന്നതേ അല്ല. പെട്ടെന്ന് കാലിൽ വന്ന് ആരാണ്ടൊന്ന് തട്ടി. ഞാൻ ഈ ഉറക്കച്ചോടിൽ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി. ഒരു കൈലി എടുത്തൊരു മനുഷ്യൻ, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അയാൾ എന്നോടൊന്ന് പറയാന് കുർബാനയ്ക്ക് പോകണ്ടേച്ചാന്ന് ചോദിച്ചു. ഞാനീ നോക്കിയപ്പം സൂക്ഷ്മ ഏഴയിൽ ഇങ്ങനെ നിൽക്കുകയാണ് സൂചി, സൂക്ഷ്മ ഏഴയിൽ. പിന്നെ ഞാൻ കുളിച്ചൊക്കെ ഇരുന്നതുകൊണ്ട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടിയില്ല. ഞാൻ പെട്ടെന്ന് ചാടി എണ്ണീച്ച് വണ്ടി എടുത്തിട്ട് പള്ളിയിലേക്ക് പോയി. ഞാൻ പറയാൻ വന്നത്, ഈ ആളാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും. അങ്ങനെ ഒരാളാ പരിസരത്ത് ഞാൻ അന്വേഷിച്ചിട്ട് ഇല്ല. എനിക്ക് കുർബാനയുണ്ടെന്നും അവിടെ ചൊല്ലേണ്ടതാണെന്നും ഇയാൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? എനിക്കറിയാൻ വയ്യ. തലേന്ന് കണ്ട ആളല്ല സർ. എനിവേ, ഞാനൊരു കാര്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതായത് നമ്മൾ, അല്ലെങ്കിൽ ഒരു പുരോഹിതനെപ്പറ്റി ആ പ്രൊഫീരിയസ് എന്ന പരിശുദ്ധൻ പറഞ്ഞിട്ടുള്ളത്, ബലിപീഠത്തിലേക്ക് വരുവാൻ കർത്താവ് അവിടെ നോക്കിയിരിക്കുന്നുവെന്ന്. അതായത് നമ്മൾ യേശുവിന് വേണ്ടി ദാഹിക്കണം എന്ന് യേശു ദാഹിക്കുന്നു. ഇതാണ്. അപ്പോൾ അവൻ നമ്മിൽ ആശ്വാസം കണ്ടെത്തുന്നു, നാം അവനിൽ ആശ്വാസം കണ്ടെത്തുന്നു. ഇതാണ് മറിയ ചെയ്യുവാൻ അവളിൽ കിട്ടിയ അധികാരം. ഇതാണ് അധികാരം. അപ്പം അധികാരം എന്നുള്ള വാക്ക് പതിയെ നമ്മൾ വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരികയാണ്. എക്സൂസിയ, ഇത് അധികാരമാണ്. കർത്താവിന് ആശ്വാസം കണ്ടെത്തുവാൻ നമ്മൾ കർത്താവിന് കൊടുക്കുന്ന അധികാരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈ വാക്കൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അധികാരം എന്ന് പറയുമ്പോൾ എക്സൂസിയ, അത് മേളിയും താഴേക്ക് വരുന്ന ഒരു ഹയറാർക്കിക്കൽ ഓർഡറിലുള്ള കാര്യമല്ല. അതായത് രാജാവ്, അതിൻ്റെ കീഴെ മന്ത്രി, അതിൻ്റെ കീഴെ പ്രജ, അങ്ങനെയല്ല. ദൈവികമായ അധികാരത്താൽ ഞാൻ നിനക്ക് പാവമോചനം തരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അധികാരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? നിങ്ങളിൽ മുമ്പനാകുവാൻ ഇച്ഛിക്കുന്നവർ പിമ്പനാകണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് അരയിൽ തുവർത്തെടുത്ത് ചുറ്റി കുനിഞ്ഞിരുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കാണിച്ചു കൊടുത്തതിനെയാണ് അധികാരം എന്ന് പറയുന്നത്. ഈ അധികാരമാണ് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ദൈവികമായ അധികാരത്താൽ ഉസോയ നിങ്ങൾക്ക് തരുമ്പോൾ പ്രാർത്ഥിക്കുന്ന എപ്രകാരമാണ്? കർത്താവായ യേശുമിശിഹ തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാരെ ഫലമേൽപ്പിച്ചതും പരിശുദ്ധ സ്ലീഹന്മാർ പ്രവാചകന്മാർക്കും പ്രവാചകന്മാർ മുഖാന്തരം ബലഹീനായ എന്നിലേക്കും കൈമാറി തന്നിരിക്കുന്ന അധികാരത്താൽ. എന്തധികാരം? ഇതാണ് അധികാരം. ബേസ്ഡ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ലവ്. ബഥാനിയ എന്ന് പറയുന്ന ഭവനം പോവർട്ടിയുടെ, ഹ്യൂമിലിറ്റിയുടെ ഒരു ഭവനമായിരുന്നു. ആ ഭവനത്തിൽ 2 കഥാപാത്രങ്ങൾ ആണ് നമ്മൾ കണ്ടത്. ഒന്ന് മറിയ, മറ്റത് ലാസർ. ആ ലാസർ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിനിധിയാണ്. അതിന് ദീനം വരും, അതിന് രോഗം വരും, അത് ചിലപ്പോൾ മരിക്കും. പക്ഷേ രോഗത്തിൽ നിന്ന് വിടുതലുണ്ട്, മരിപ്പിൽ നിന്ന് ഉയർപ്പുണ്ട്. ഇതാണ് ശരീരത്തിൻ്റെ പ്രത്യേകത. കർത്താവ് അങ്ങനെ ശരീരം നമുക്ക് തരും. മാർത്ത നമ്മുടെ ദേഹിയുടെ മണ്ഡലമാണ്. വിവിധ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുന്ന ഒരു മാർത്തയെ കാണാം. ഈ മാർത്തയാണ് നമ്മൾ കർത്താവിൽ കൊണ്ടുവെക്കേണ്ടത്. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും നിങ്ങളുടെ മാർത്തയെ എവിടെ കൊണ്ടുവയ്ക്കണം? ദൈവമായ കർത്താവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മശിഹാ തമ്പുരാനിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ഇനി ഈ 3 പേരുടെ വിവിധ സ്വഭാവ രീതികൾ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് കാണാം. ഇതെങ്ങനെയാണ് ലാസർ മരിക്കുന്നത്? ഈ മാർത്ത, ഈ ദേഹി കിടന്ന് എന്തെല്ലാം വെപ്രാളമാണ് അവിടെ കാണിക്കുന്നത്? മറിയ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ദാഹം എന്താണ്? നമ്മുടെ ദേഹിയുടെ ദാഹം എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ദാഹം എന്താണ്? ഇത് ഈ ബഥാന്യ കുടുംബത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ശരീരത്തിന് രോഗം വരുന്നത്, അതിൽ ആത്മാവ് എങ്ങനെ അതിനെ ക്രമീകരിക്കുവാൻ സാധിക്കും, ദേഹി എന്തെല്ലാം നെട്ടോട്ടങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് നടത്തുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മുമ്പോട്ടുള്ള
ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ നമുക്ക് പഠിക്കാം. ഒന്നും കൂടി ഇത്രയും ഭാഗം മാത്രം വായിക്കുകയാണ്. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. കണ്ടോ, ഇത് അധികാരമാണ്. നിങ്ങളിത് വായിക്കുമ്പോൾ മറിയയ്ക്ക് കിട്ടിയ അധികാരം കർത്താവിനെ അഭിഷേകം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് അവളിലൊരാശ്വാസം. അവൾ കർത്താവിൽ ആശ്വാസം കണ്ടെത്തുന്നവളാണ്. അത് നമുക്ക് പിന്നീടുള്ള ഈ അധ്യായത്തിലെ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. കർത്താവിൻ്റെ കാൽക്കൽ പോയി അവൾ വീഴുന്നുണ്ട്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. നമുക്ക് ഇന്നത്തെ ധ്യാനചിന്ത അവസാനിപ്പിക്കാം. നമുക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഈ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ബലഹീന എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇതിനകത്തെ ചുരുളുകൾ നമുക്ക് അഴിഞ്ഞ് തരണം. ദൈവിക രഹസ്യങ്ങളുടെ മർമ്മം അറിയുവാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുള്ളതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയുടെ ആവശ്യമില്ല. നമുക്ക് ഉച്ച നമസ്കാരം നമസ്കരിച്ചിട്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് പോകാവൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു.